ഹലോ ഗെയ്സ്, എപ്പോഴെങ്കിലും സീ ഫുഡ് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഓർക്കുക മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട. അത് ചേർത്തലയിലാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ദിലീപേട്ടൻ്റെ മകനെ നമുക്ക് പരിചയപ്പെടാം. പറയാനുള്ളത്, എത്ര വർഷമായി ഇവിടെ ഓപ്പൺ ആയിട്ട്? ഇവിടെ ഇപ്പോൾ കട തുടങ്ങിയിട്ട് ഒരു 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒത്തിരി കട തുടങ്ങിയിട്ട് ഒരു 13 വർഷമായിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ? ആൾക്കാർ വരാറുണ്ട് കൂടുതലും. പിന്നെ ഒരുപാട് ദൂരത്തുനിന്നാണ് വരുന്നല്ലേ? പല സ്ഥലത്തു നിന്ന്, ആലപ്പുഴയിൽ നിന്നും തന്നെ ഉണ്ട്, എറണാകുളത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. പിന്നെ എല്ലായിടത്തു നിന്നും അത്യാവശ്യം ആൾക്കാർ വരാറുണ്ട്. ഈ പേരെന്തായിട്ട് മീശക്കാരൻ? മീശക്കാരൻ ദിലീപേട്ടൻ്റെ പേര് എന്നിടാൻ കാര്യം അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് മീശയുള്ള ആളാണ്. അങ്ങനെ പേരില്ലായിരുന്നു കടയ്ക്ക്. പിന്നെ എന്തെങ്കിലും ഒരു പേരൊന്നുമല്ല. അങ്ങനെ ചോദിച്ചപ്പം ചേട്ടനാ പറഞ്ഞത് എന്നാൽ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ നിന്ന് പേരിടാം. അങ്ങനെയാണ് അങ്ങനെ ഒരു ബോർഡ് അടിച്ചു വെച്ചാൽ അന്ന് അടിച്ചു വെച്ച ബോർഡായത്. അത് ഇപ്പുറത്തേക്ക് കട മാറിയപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എന്നാൽ അപ്പം ഞങ്ങൾ ഇനിയും വരും. ശരി. ഞാൻ വാങ്ങിയത് ഊണായിരുന്നു. നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു. അപ്പോൾ വരാല് കറി, നെയ്മീൻ കറി, കക്ക ഫ്രൈ, കൊഞ്ച് ഫ്രൈ, അങ്ങനെ ഒത്തിരി നല്ല ടേസ്റ്റിയുള്ള കറികളായിരുന്നു. ചോറ്, തോരൻ, അവിയൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വരാൽ കറി ഉണ്ടായിരുന്നു, നെയ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റിയുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതുവഴിക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറണം. കാര്യം നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ്. ചേട്ടനൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? കപ്പ വേറൊരു രീതിയാണ്. ഞങ്ങൾ കിഴക്കുനിന്ന് വരുന്നവരാണ്, മണിമലയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ കപ്പ ഒരു വേറെ രീതിയാണ്, നല്ല ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ നെയ്മീൻ്റെ ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരെ വന്നതാണ്. ഞാനിവിടെ വന്നിട്ടില്ല. അപ്പൊ എന്നെ ഈ രണ്ടും ബാലൻസ് സാറും സാറും വിളിച്ചോണ്ട് വന്നത്. ഞങ്ങൾ ഈ അഷർ വന്ന ഒരു മുസ്ലിമാണ്, വൃത്തിയുടെ മനുഷ്യനാണ്. ഒരുമിച്ച് വന്നതാണ്. പട്ടിയുണ്ടോ പുള്ളി? ഞങ്ങള് അച്ഛനെ കാണിക്കുക. പുള്ളി ചാകാൻ പേടിയൊന്നുമില്ല. പുള്ളി ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടമായോ? അടിപൊളിയാ. പുള്ളി ഒരു ഫുഡിയാ ശരിക്കും. എവിടെ ചെന്നാലും ഫുഡ് കിട്ടി കഴിഞ്ഞാൽ ഒരു വർത്താനം ഭയങ്കര ആർത്തിയാണ്. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ സ്റ്റാഫാണോ? എത്ര നാളാണ് ഇവിടെ? എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? ഫുഡൊക്കെ അടിപൊളിയാണ്. എന്തോ പേരെന്തുവാ? അപ്പോൾ നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയാലോ? ഇതെന്തുവാ? ഞങ്ങളിവിടെ എത്തിയപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മിക്കവാറും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. കാളാഞ്ചി. ഇതെന്തുവാ? സെയിം കറി തന്നെ, കാളാഞ്ചി, കണ്ടികട്ടി കറി, കുട്ടിക്കത്തെ കറി, ഒരു കാളാഞ്ചി തലയുണ്ട്. എന്തോ പേരെന്തുവാ? സുദർശൻ. ഇത് നെയ്മീൻ കറി. അവിടെ കണ്ടല്ല വരാൻ വിളിച്ചത്. രണ്ടാമത്തെ ചേട്ടി നെയ്മീൻ. അപ്പൊ എങ്ങനെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ? തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മുൻപ് കഴിക്കുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. എന്തോ പേരെന്തുവാ? വിഷ്ണു. ഈ ഷോപ്പ് എവിടാന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് മീശക്കാരൻ ദിലീപേട്ടൻ്റെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.